إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ജുമുഅയിൽ പങ്കെടുക്കുന്നവരിൽ അബൂ ഹുറൈറ എന്ന പേര് കേൾക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. സത്യവിശ്വാസികൾക്ക് അത്രമാത്രം സുപരിചിതമായ നാമമാണ് അത്. ലോക മുസ്ലിമീങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്വഹാബി വര്യനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാനായ ഈ സ്വഹാബിയുടെ യഥാർത്ഥ നാമം അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു എന്നാണ്. തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി റളിയല്ലാഹു അൻഹു തന്റെ ദൗസ് ഗോത്രത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ധാരാളം പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയനായി. സഹിക്കവയ്യാതെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ദൗസൻ അസസ് വഅബത്, പ്രവാചകരെ, എന്റെ ഗോത്രക്കാർ വിസമ്മതിക്കുകയും എന്നെ എതിർക്കുകയും എന്നെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഫദ്ഉല്ലാഹ അലൈഹ, അവർക്കെതിരായി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ ഖിബലക്ക് അഭിമുഖമായി നിന്നു. പ്രവാചകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സ്വഹാബത്ത് വിചാരിച്ചത് ദൗസ് ഗോത്രത്തിന്റെ കഥ കഴിയാൻ പോവുകയാണ് എന്നാണ്. ദൗസ് ഗോത്രം നശിപ്പിക്കപ്പെടാൻ അള്ളാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിക്കുമെന്നാണ് സ്വഹാബികൾ വിചാരിച്ചത്.
പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഹ്ദി ദൗസ വഅതി ബിഹിം, അല്ലാഹുവേ ദൗസ് ഗോത്രത്തിന് നീ മാർഗദർശനം നൽകണേ, അവരെ കൂടി ഈ സന്ദേശത്തിലേക്ക് ഈ ദൈവിക മതത്തിലേക്ക് കൊണ്ടുവരണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി റളിയല്ലാഹു അൻഹു തിരിച്ചു പോവുകയും തന്റെ ആദർശ പ്രബോധനം തുടരുകയും ആ ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ദൗസ് ഗോത്രത്തിൽ നിന്ന് തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനത്തോടിലൂടെ കടന്നു വന്ന ഏറ്റവും പ്രധാനിയായിരുന്നു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹിജ്റ 7-ാം വർഷം, ആമു ഖൈബർ വർഷം എന്നറിയപ്പെടുന്ന വർഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധവേളയിലായിരുന്ന സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖൈബറിൽ എത്തുകയും തിരുദൂതരെ കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകനോടൊപ്പം മദീനയിലേക്ക് പോവുകയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിലുണ്ടായ ഒരു പ്രധാന സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ മദീനയിലേക്ക് വരുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഭൃത്യൻ ഒളിച്ചോടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് മദീനയിലെത്തി. ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത്, പ്രവാചകനോട് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് എന്നിൽ നിന്ന് ഓടിപ്പോയ ആ അടിമയുണ്ട്, അവിടെ നിൽക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇതാ നിന്റെ അടിമ എടുത്തുകൊള്ളുക. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഹുവ ലിവജ്ഹില്ലാ ഫഅതഖ്തുഹു, റസൂലേ, അദ്ദേഹത്തിന് ഞാൻ ഇസ്ലാമിനു വേണ്ടി മോചിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ഞാൻ ഇസ്ലാമിനു വേണ്ടി നൽകുകയാണ് എന്ന് പറയുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് സൂര്യന്റെ അടിമ എന്നർത്ഥമുള്ള അബ്ദുശംസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പേരിലേക്കല്ലാതെ അബ്ദ് എന്ന് ചേർത്തിടുന്നതിനെ വിലക്കുകയും നീ സൂര്യന്റെ അടിമയല്ല, റഹ്മാനായ റബ്ബിന്റെ അടിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ എന്ന പേര് നൽകുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് പിന്നീട് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി എന്നായി മാറുകയും ചെയ്തു. എപ്പോഴും ഒരു പൂച്ചക്കുട്ടിയെ കളിപ്പിക്കുക വഴി അബൂ ഹിർ, ഈ പൂച്ചയുടെ പിതാവ് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയും ചരിത്രത്തിൽ അബൂ ഹുറൈറ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുകയുമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഹുവൽ ഇമാം, അദ്ദേഹം നമ്മുടെ നേതാവാണ്. അൽ ഫഖീഹ്, മതത്തിൽ അവഗാഹജ്ഞാനം നേടിയ പണ്ഡിതനാണ്. അൽ മുജ്തഹിദ്, കാര്യങ്ങളിൽ നന്നായി പരിശ്രമിക്കുന്ന വ്യക്തിയാണ്. അൽ ഹാഫിള്, ധാരാളം ഹദീസുകൾ മനഃപ്പാടമുള്ള വ്യക്തിയാണ്. അൽ മുഖ്രി, അങ്ങേയറ്റം ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്. സ്വഹിബു റസൂലില്ലാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരനാണ്. അൽ മുജാഹിദ്, ധർമ്മസമരം നടത്തുന്ന വ്യക്തിയാണ്. അൽ ആബിദ്, അങ്ങേയറ്റം ഇബാദത്തുകളിൽ മുഴുകുന്ന വ്യക്തിയാണ്. അസ്സാഹിദ്, ഭൗതിക വിരക്തിയുള്ള ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്ന് ചരിത്രം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വെറും 4 വർഷവും 3 മാസവും മാത്രമാണ് അദ്ദേഹം ഉണ്ടായിട്ടുള്ളത് എങ്കിലും ലോക ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി വര്യനായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മാറുകയാണ്. 5000-ലധികം ഹദീസുകളാണ് ഇസ്ലാമിനു വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. തന്റെ കയ്യിൽ അന്നന്നത്തെ ഭക്ഷണത്തിന് വക പോലും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, നശഅതു യതീമ വഹാജർതു മിസ്കീന. നശഅതു യതീമ, ഞാൻ യതീമായാണ് വളർന്നത്, ആരും സഹായിക്കാനില്ലാതെ സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ട ഒരു അനാഥ ബാലനായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. വഹാജർതു മിസ്കീന, ഞാൻ ഹിജ്റ പോകുന്ന സമയത്ത്, ഞാൻ മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒരു സാധുവായിരുന്നു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടുന്നതെന്തും സമൂഹത്തെ പഠിപ്പിക്കണം എന്ന അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ താല്പര്യം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പറയും. ചിലതൊക്കെ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഇപ്രകാരം പറഞ്ഞ സന്ദർഭത്തിൽ, മൻ തബിഅ ജനാസ
ഫലഹു ഖിറാത്ത്, ആരെങ്കിലും മയ്യത്ത് സംസ്കരണ മുറകളിൽ പങ്കെടുത്താൽ ഉഹുദ് മലയോളം വലുപ്പമുള്ള ഖിറാത്ത് പ്രതിഫലം അവനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അക്സറ അബൂ ഹുറൈറ അലൈന, അബൂ ഹുറൈറ കുറച്ച് കൂട്ടി പറയുന്നുണ്ടോ, ധാരാളമായി പറയുന്നുണ്ടോ എന്ന് ഞാൻ ശങ്കിക്കുകയുണ്ടായി. ഫസദ്ദഖത് ആയിഷത്തു അബൂ ഹുറൈറ, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സത്യപ്പെടുത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ബിഖൗലിഹി, അബൂ ഹുറൈറ പറഞ്ഞ ഈ വാചകം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. സഹോദരങ്ങളെ, ഇത് കേട്ടപ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലഖദ് ഫറത്നാ ഫീ ഖറാറീത കസീറ, നമുക്ക് ഇതറിയാത്തതിന്റെ പേരിൽ, ഇങ്ങനൊരു മഹത്വം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ എത്രയെത്ര ഖിറാത്ത് പ്രതിഫലമാണ് നഷ്ടപ്പെട്ടത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടുന്നതൊക്കെയും സമൂഹത്തെ പഠിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച വചനവും മറ്റൊന്ന് അതിന്റെ തൊട്ടു മുന്നിലുള്ള വചനവുമാണ്. സൂറത്തുൽ ബഖറയിലെ 2-ാം അധ്യായത്തിലെ 159, 160 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തിട്ട്, മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ്, ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തിട്ട് അത് മൂടിവെക്കുന്നവർ, അത് പറഞ്ഞു കൊടുക്കാത്തവർ, അത് വിശദീകരിച്ചു കൊടുക്കാത്തവർ, ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കും. ഖുർആനിലൂടെ ഹദീസിലൂടെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാത്തവർ, ജനങ്ങളുടെ തിന്മകൾക്കെതിരെ തിരുത്താൻ ആ ആയത്തുകൾ ഉദ്ധരിക്കാത്തവർ, ഹദീസുകൾ ജനങ്ങളെ പഠിപ്പിക്കാത്തവർ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കും എന്ന ആയത്തും തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇല്ലല്ലദീന താബൂ, തൗബ ചെയ്ത മനുഷ്യരൊഴികെ, വഅസ്ലഹു, നിലപാട് നന്നാക്കുകയും ചെയ്തവരൊഴികെ, വബയ്യനു, എന്നിട്ട് ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരൊഴികെ, ഫഉലൈക തൂബു അലൈഹിം, അവരുടെ തൗബ ഞാൻ സ്വീകരിക്കുന്നതാണ്. വഅന തവ്വാബുർ റഹീം, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ്. അല്ലാഹു ഖുർആനിലൂടെ പറയാണ്, വ്യക്തമായ തെളിവുകൾ മൂടിവെക്കുന്ന ആളുകൾക്ക് ശാപമാണുള്ളത്. അല്ലാഹുവിന്റെ ശാപവും ശപിക്കുന്നവരുടെ മുഴുവൻ ശാപവും അവരുടെ മേലുണ്ട്. എന്നിട്ട് അല്ലാഹു തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞത്, എന്നാൽ ഇതിൽ നിന്ന് ഒഴിവാകുന്ന ചില ആളുകളുണ്ട്, അവർ ഇതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്, നിലപാട് നന്നാക്കുന്നവരാണ്, എന്നിട്ട് ജനങ്ങൾക്ക് സത്യം വ്യക്തമായി വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ്. അക്കൂട്ടരോടുള്ള തൗബ ഞാൻ സ്വീകരിക്കും, ഞാൻ തൗബ സ്വീകരിക്കുന്നവനാണ്, ഞാൻ കരുണ കാണിക്കുന്നവനാണ് എന്ന ആയത്ത് ഇറങ്ങുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ധാരാളം ഹദീസുകൾ പറയാറുണ്ട്, പക്ഷേ ജനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു, ഇന്നന്നാസ യഖൂലൂന അക്സറ അബൂ ഹുറൈറ, അബൂ ഹുറൈറ ധാരാളം ഹദീസുകൾ പറയുന്നുണ്ടല്ലോ എന്ന് ജനങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. വലൗലാ ആയത്താനി ഫി കിതാബില്ലാഹ് മാ ഹദ്ദസ്തു ഹദീസ, ഖുർആനിലെ 2 ആയത്തുകളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു ഹദീസും പറയില്ലായിരുന്നു. ഖുർആനിലെ 2 ആയത്തുകളാണ് ഇത്രമാത്രം ഹദീസുകൾ പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറയിലെ 159, 160 എന്നീ ആയത്തുകൾ ഓതുകയും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഇഖ്വാനനാ മിനൽ മുഹാജിരീന കാന യശ്ഗുലുഹും അസ്സഫഖു ബിൽ അസ്വാഖ്, ഞങ്ങളുടെ കൂട്ടത്തിലെ മുഹാജിറുകൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവർ കച്ചവടത്തിൽ മുഴുകുന്നവരായിരുന്നു. വ ഇന്ന ഇഖ്വാനനാ മിനൽ അൻസാർ കാന യശ്ഗുലുഹുൽ അമൽ ഫി അംവാലിഹിം, എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലെ അൻസാറുകൾ അവരുടെ സമ്പത്ത് കൊണ്ട് വേറെ പല ജോലിയിലും മുഴുകുന്നവരായിരുന്നു. വ ഇന്ന അബൂ ഹുറൈറ, എന്നാൽ ഈ അബൂ ഹുറൈറയുണ്ടല്ലോ, കാന യൽസമു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ തന്നെ കൂടുന്നൊരു വ്യക്തിയായിരുന്നു. ബിശിബഇബതുനിഹി, വയറ് നിറക്കാനുള്ള, വിശപ്പ് മാറ്റാനുള്ള വല്ലതും മാത്രം കഴിച്ച് മറ്റൊന്നിനും പോകാതെ പ്രവാചകന്റെ കൂടെ തന്നെ കൂടുന്ന വ്യക്തിയായിരുന്നു ഈ അബൂ ഹുറൈറ എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വയഹ്ലുറു മാ ലാ യഹ്ലുറൂൻ, മുഹാജിറുകളും അൻസാറുകളും പങ്കെടുക്കാത്ത പല സദസ്സുകളിലും പ്രവാചകന്റെ കൂടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വയഹ്ഫളു മാ ലാ യഹ്ഫളൂൻ, ഈ അബൂ ഹുറൈറയുണ്ടല്ലോ, പ്രവാചകനിൽ നിന്ന് അൻസാറുകൾ പഠിക്കാത്ത, മുഹാജിറുകൾ പഠിക്കാത്ത
പല ഹദീസുകളും പഠിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു താൻ പഠിച്ച ആദർശം, താൻ മനസ്സിലാക്കിയ വിജ്ഞാനം മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും തന്റെ മാതാവ് അത് സ്വീകരിക്കണം എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും ചെയ്തത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിമായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിൽ പ്രവാചകന്റെ കൂടെ തന്നെ കൂടുകയും തന്റെ വീടും ഉമ്മയുമല്ലാതെ തനിക്കാരുമില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഉമ്മയെ കാണാനും സന്ദർശിക്കാനുമല്ലാതെ പോകാത്തൊരവസ്ഥയും അദ്ദേഹത്തിനുണ്ടായി. ചെല്ലുമ്പോഴൊക്കെയും ഉമ്മയോട് താൻ സ്വീകരിച്ച സത്യത്തെക്കുറിച്ച് പറയും. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം തന്റെ പൊന്നു മാതാവിനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദിവസവും പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ ആ ഉമ്മ തയ്യാറായില്ല. ആ രംഗം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, കുൻതു അദ്ഉ ഉമ്മി ഇലൽ ഇസ്ലാമി വഹിയ മുശ്രിക. ശിർക്ക് ചെയ്യുന്ന എന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ഞാൻ എപ്പോഴും ക്ഷണിക്കുമായിരുന്നു. ഫദഅതുഹാ യൗമൻ, ഒരു ദിവസം ഞാൻ ക്ഷണിച്ചപ്പോ ഫഅസ്മഅതിനി ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അക്റഹു. അള്ളാന്റെ റസൂലിനെ കുറിച്ച് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വെറുപ്പുളവാക്കുന്ന ഒരു വാക്ക് എന്റെ ഉമ്മ പറഞ്ഞു. ഫഅതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന അബ്കി. അതെനിക്ക് സഹിക്കാനാകാതെ കരഞ്ഞുകൊണ്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഓടിച്ചെന്നു. പ്രവാചകൻ ചോദിച്ചു, എന്താണ് അബൂ ഹുറൈറ നീ കരയുന്നത്? ഞാൻ പറഞ്ഞു, റസൂലേ, എന്റെ ഉമ്മയെ ഞാൻ എപ്പോഴും ഈ സന്ദേശത്തിലേക്ക് ക്ഷണിക്കാറുണ്ട്, ദീനിലേക്ക് വിളിക്കാറുണ്ട്. ഇന്ന് ഞാൻ വിളിച്ചപ്പോ നിങ്ങളെക്കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില വാചകങ്ങളാണ് എന്റെ ഉമ്മ പറഞ്ഞത്. എന്റെ ഉമ്മയും ഒന്ന് മുസ്ലിമാകാൻ, എന്റെ ഉമ്മയും ഒന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, എന്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ റസൂലേ നിങ്ങൾ പ്രാർത്ഥിക്കുമോ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. പ്രവാചകൻ ഉടനടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, ഈ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അന്ന് അവിടെ നിന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോവുകയാണ്. ഫഖറജ്തു മുസ്തബിശിറൻ ബിദഅവത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചതിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും എന്ന സന്തോഷത്തോടെ ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ വീടിന്റെ പുറത്തെത്തിയപ്പോഴേക്കും എന്റെ ഉമ്മ ഉള്ളിൽ നിന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു, അവിടെ നിൽക്കൂ, മക്കാനക യാ അബൂ ഹുറൈറ, അവിടെ നിൽക്കൂ അബൂ ഹുറൈറ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ നിന്നു. എന്റെ ഉമ്മ കുളിക്കുന്നത് പോലെ വെള്ളം ഉപയോഗിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. എന്റെ ഉമ്മ വസ്ത്രം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സാധാരണയില്ലാത്തൊരു ഹിജാബിൽ എന്റെ ഉമ്മ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് എന്റെ കൈ പിടിച്ച് എന്റെ ഉമ്മ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ കണ്ണുനീർ സന്തോഷം കൊണ്ടൊഴുകി. ഞാൻ നേരെ പ്രവാചകനരികിലേക്ക് വന്നു. റസൂലേ, ഞാൻ നേരത്തെ വന്നത് എന്റെ ഉമ്മ മുസ്ലിമാകാത്ത സങ്കടം കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ കരയുന്നത് എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് കരയുകയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകരെ, ഈ അബൂ ഹുറൈറയെയും എന്റെ ഉമ്മയെയും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്, ആളുകളെ മുഴുവൻ ഈ അബൂ ഹുറൈറയും ഉമ്മയും ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാകാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ രണ്ടടിമകളെയും ജനങ്ങൾ ഇഷ്ടപ്പെടണേ, മുഴുവൻ മുഅ്മിനീങ്ങളെയും ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നവരാക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിട്ടൊരു പ്രതീക്ഷ പറയുന്നുണ്ട്, ഫമാ ഖുലിക മുഅ്മിനുൻ യസ്മഉ ബി വലാ യറാനി. ഏതൊരു മുഅ്മിനായ മനുഷ്യനും എന്നെക്കുറിച്ച് കേട്ടാൽ, എന്നെ കണ്ടിട്ടില്ലെങ്കിലും ഇല്ലാ ഹബ്ബനി, അവരെന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവന് ഈമാനില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിക്കാനും അവയിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണമെന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മദീനയിലെത്തിയ മക്കക്കാർക്ക് പലർക്കും കഷ്ടപ്പെടേണ്ടി വന്നു. കാരണം അവിടെ കൃഷിയാണ് കൂടുതലുള്ളത്. മക്കക്കാർക്കാകട്ടെ കച്ചവടം മാത്രമേ പരിചയമുള്ളൂ. ചിലർക്ക് കച്ചവടം നടത്താൻ അവിടെ സൗകര്യവും ലഭിക്കുന്നില്ല. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ വിശ്വാസികൾക്ക് ചിലർക്ക് തൊഴിലില്ലാതെ ഒരു ഭാഗത്ത് പള്ളിയിൽ അടങ്ങിക്കൂടേണ്ടി വന്നു. പള്ളിയിൽ ഒരു മൂലയിൽ ഒരു സ്ഥലത്ത് അവർ ഒതുങ്ങിക്കൂടി. അവർ
അഹ്ലുസ്സുഫ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആ അഹ്ലുസ്സുഫയിൽ നിന്ന് ഉണ്ടായ ഒരു സംഭവമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. പ്രവാചകൻ എന്തെങ്കിലും സ്വതക്ക് കിട്ടിയാൽ പ്രവാചകൻ അത് ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കും. പ്രവാചകന് ആരെങ്കിലും സമ്മാനമായി ഹദിയ കൊടുത്താൽ പ്രവാചകൻ അത് വാങ്ങി അതിൽ നിന്ന് അല്പമെടുത്ത് അത് ബാക്കി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യും. അതായിരുന്നു പ്രവാചകന്റെ പതിവ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കൂജയിൽ പാലുമായി ഒരാൾ വരികയും പ്രവാചകന് ഹദിയയായി അത് കൊടുക്കുകയും ചെയ്തു. പ്രവാചകൻ എന്നോട് പറഞ്ഞു, അഹ്ലുസ്സുഫക്കാരെ വിളിക്കൂ എന്ന്. ഞാൻ ചിന്തിച്ചു, എല്ലാവരെയും വിളിച്ചാൽ എനിക്ക് കിട്ടുന്നതിന്റെ അളവ് കുറഞ്ഞു പോകുമല്ലോ, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ പ്രവാചകൻ പറയുന്നതിൽ ഖൈറുണ്ടാകുമെന്നറിഞ്ഞ് ഞാൻ പള്ളിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടിയ അഹ്ലുസ്സുഫക്കാരെ പ്രവാചകന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. അനുവാദം ചോദിച്ച് ഞങ്ങൾ ഉള്ളിൽ കയറി. തിക്കിത്തിരക്കി ഇരിക്കാൻ സ്ഥലമില്ലാത്തിടത്ത് ഞങ്ങൾ പരസ്പരം ചേർന്നിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാലിന്റെ കൂജ എന്റെ കയ്യിൽ തന്നു. അവരിൽ ഒരാൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. ഞാനത് കൊടുത്തു. ദാഹം മാറുവോളം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വഹാബി അത് കുടിച്ചു. പാത്രം എന്റെ കയ്യിൽ തന്നെ തിരിച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ അതിൽ നിറയെ പാലുണ്ട്. ഞാൻ അടുത്ത വ്യക്തിക്ക് കൊടുത്തു. അദ്ദേഹം ദാഹം മാറുവോളം കുടിച്ചു. എന്റെ കയ്യിൽ തന്നെ തന്നു. ഞാൻ അതിൽ നോക്കുമ്പോൾ പാല് കുറഞ്ഞിട്ടില്ല. ഞാൻ അടുത്ത വ്യക്തിക്ക് കൊടുത്തു. ഓരോരുത്തർക്കും കൊടുത്ത് പ്രവാചകന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇശ്റബ്, കുടിക്കൂ അതിൽ നിന്ന്. ഞാൻ കുടിച്ചു. പ്രവാചകൻ നിർത്തി കയ്യിൽ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇശ്റബ് യാ അബൂ ഹുറൈറ, കുടിക്കൂ അബൂ ഹുറൈറ. ഞാൻ വീണ്ടും അതിൽ നിന്ന് കുടിച്ചു. ഞാൻ പ്രവാചകന് പാത്രം കൊടുത്തു. റസൂലുള്ളാഹി പറഞ്ഞു, ഇശ്റബ് യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ അതിൽ നിന്ന് കുടിക്കൂ. ഞാൻ വീണ്ടും കുടിച്ചു. പ്രവാചകനോട് ഞാൻ പറഞ്ഞു, എന്റെ ദാഹം മാറിയിട്ടുണ്ട് പ്രവാചകരെ. പ്രവാചകൻ അത് വാങ്ങി. അപ്പോഴും അതിൽ പാലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കുടിച്ചു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ പ്രകടമായ വ്യക്തമായ മുഅ്ജിസത്ത് രേഖപ്പെടുത്തുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനരികിൽ വരികയാണ്. അദ്ദേഹത്തിന് വല്ലാത്തൊരു സങ്കടം. എന്താണെന്നറിയുമോ? ഞാൻ കേട്ടതിൽ പലതും എനിക്ക് പറയാനറിയാതെ മറന്നുപോകുന്ന അവസ്ഥയുണ്ട് എന്ന്. റസൂലേ, അങ്ങെന്തൊരു ഹദീസ് പറഞ്ഞാലും അത് കേൾക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. പക്ഷേ ചിലത് എനിക്ക് പറയാൻ കിട്ടുന്നില്ല, ഞാൻ മറന്നുപോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഉബ്സുത്തിരിദാഅക്, നിന്റെ ആ മേൽമുണ്ട്, നിന്റെ ആ ഷാള് ഒന്ന് വിരിച്ചു വെക്കൂ. ഞാനത് വിരിച്ചു വെച്ചു, പരത്തി വെച്ചു. പ്രവാചകൻ അതിലേക്ക് എന്തോ അല്പം വാരിയിടുന്നത് പോലെ കാണിച്ചു. എന്നിട്ട് പ്രവാചകൻ എന്നോട് പറഞ്ഞു, അതൊന്ന് കൂട്ടിപ്പിടിക്കൂ. ഞാനത് കൂട്ടിപ്പിടിച്ചു. നെഞ്ചോട് ചേർത്ത് വെക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം ഞാനതിന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ഇനി വിട്ടോളൂ എന്ന് പ്രവാചകൻ എന്നോട് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ നസീതു ശൈഅൻ ബഅദഹു, റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട ഒരൊറ്റ ഹദീസ് പോലും പിന്നീട് ഞാൻ മറന്നുപോയിട്ടില്ല. പ്രവാചകനിൽ നിന്ന് കേട്ട മുഴുവൻ ഹദീസുകളും എന്റെ ഹൃദയത്തിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ പിന്നീടുണ്ടായിരുന്നു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം അറിവിനോട് കാണിച്ച താല്പര്യം എത്രയുണ്ടായിരുന്നു എന്നും പ്രവാചകൻ തന്നെ അതിനെ പ്രശംസിച്ചിരുന്നു എന്നും പഠിപ്പിക്കുന്ന ഒരു സംഭവം ഇപ്രകാരം നമുക്ക് കാണാം. പ്രവാചകന്റെ അരികിൽ ചെന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അങ്ങയുടെ ശുപാർശക്ക് ഏറ്റവും അർഹനാകുന്ന വ്യക്തി ആരായിരിക്കും പ്രവാചകരെ? പ്രവാചകൻ ആരാണ് എന്ന് പറയുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ലഖദ് ലനൻതു യാ അബൂ ഹുറൈറ അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസ് യഹദുൻ അവ്വലു മിൻക ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്. അബൂ ഹുറൈറ, നിനക്ക് അറിവിനോടുള്ള ഈ താല്പര്യം കൊണ്ട് തന്നെ ഈ ചോദ്യം എന്നോട് ആദ്യം ചോദിക്കുക നീയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് വരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല. എന്താണ് ആരും ചോദിക്കാത്തത് എന്നും ചോദിക്കുന്നവരിൽ ഒന്നാമൻ അബൂ ഹുറൈറ നീയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത്രയും അറിവിനോട് താല്പര്യമുള്ള വ്യക്തിയാണ് നീ എന്ന് പ്രവാചകൻ പറയുകയും എന്നിട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നു, അസ്അദുൻ നാസി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ശഫാഅത്തിന് ബിശഫാഅതി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ശുപാർശക്ക് ഏറ്റവും അർഹനായവൻ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി, റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചവൻ, ആത്മാർത്ഥമായി പറഞ്ഞവൻ, ശിർക്കിന്റെ ലവലേശം പോലും ജീവിതത്തിൽ വരാത്തവൻ, തൗഹീദിന്റെ നിറകുടം
അവർക്കാണ് എന്റെ ശുപാർശ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളുകളാവുക, നാം ദഅവത്തിന്റെ ആളുകളാവുക, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ അറിവിനോട് താല്പര്യമുള്ളവരാവുക, കിട്ടിയത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദാഇമാരാകാൻ നാം ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോട് കൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ പ്രമുഖനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് ഏതാനും ചില ചീന്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത, കിട്ടുന്നതൊക്കെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത, കുറഞ്ഞ കാലയളവ് കൊണ്ട് ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾ അയവിറക്കുന്ന വ്യക്തിത്വമായി തീർന്ന സ്വഹാബി വര്യനാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മദീന പള്ളിയിൽ ആരാധനകളിൽ മുഴുകിയും വിജ്ഞാനം സമ്പാദിച്ചും അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തും പ്രചരിപ്പിച്ചും അദ്ദേഹം ജീവിതം ചെലവഴിക്കുകയാണ്. ആളുകളെല്ലാവരും ദീനിൽ അവഗാഹജ്ഞാനമുള്ളവരാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഒരിക്കൽ അദ്ദേഹം മദീനയിലെ അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണ്. ഖദ് മർറ അബൂ ഹുറൈറ ബിസൂഖിൽ മദീന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഫവഖഫ അലൈഹ, കുറച്ച് സമയം അവിടെ നിന്നു. ഫഖാൽ, എന്നിട്ട് അവിടെയുള്ള കച്ചവടക്കാരോട്, അങ്ങാടിയിൽ തടിച്ചുകൂടിയവരോട് അദ്ദേഹം ചോദിച്ചു, യാ അഹ്ല സൂഖ്, അല്ലയോ അങ്ങാടിക്കാരെ, മാ അഅജസക്കും, നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ കഴിയാതെ പോയത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം നഷ്ടപ്പെട്ടത്? വമാദാക യാ അബൂ ഹുറൈറ, ഞങ്ങൾക്ക് എന്താ നഷ്ടപ്പെട്ടത് അബൂ ഹുറൈറ? ഞങ്ങൾക്ക് എന്താ കിട്ടാതെ പോയത് അബൂ ഹുറൈറ? ഖാല, അദ്ദേഹം പറഞ്ഞു, ദാക മീറാസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്താണ് നിങ്ങൾക്ക് കിട്ടാതെ പോയത്. പ്രവാചകന്റെ അനന്തര സ്വത്ത് നിങ്ങൾക്ക് കിട്ടാതെ പോയി. യുഖസ്സം, അതവിടെ വീതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലാ തദ്ഹബൂൻ, എന്താ നിങ്ങൾ അങ്ങോട്ട് പോകാത്തത്? ഫതഖുദൂന നസീബക്കും മിൻഹു, എന്നിട്ട് എന്താ നിങ്ങൾ ഓഹരി ആ മസ്ജിദുൻ നബവിയിൽ നിന്ന് പ്രവാചകന്റെ സ്വത്ത് വിതരണം നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഓഹരി സ്വീകരിക്കാൻ എന്താ നിങ്ങൾക്ക് കഴിയാതെ പോയത്? ഖാലു, അവർ ചോദിച്ചു, വഅൈന ഹൗലാ, എവിടെയാണ് ആ വിതരണം നടക്കുന്നത്? ഖാല ഫിൽ മസ്ജിദ്, പള്ളിയിൽ തന്നെയാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറപ്പിച്ച് തറപ്പിച്ച് പറയുകയാണ്. ഫഖറജു സിറാഅ, കേട്ട മാത്രയിൽ വേഗത്തിൽ പള്ളിയെ ലക്ഷ്യം വെച്ച് അവർ ചെന്നു. അവർ അവിടെ കണ്ടത് കുറെ ആളുകൾ ഖുർആൻ പഠിക്കുന്നതും അർത്ഥം മനസ്സിലാക്കുന്നതും ചർച്ച ചെയ്യുന്നതും ദീനിന്റെ വിജ്ഞാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതുമാണ്. അവർ തിരിച്ചു പോന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. കണ്ട കാഴ്ച അവർ വിശദീകരിച്ചു. താങ്കൾ പറഞ്ഞതുപോലുള്ളൊരു വിതരണം ഞങ്ങൾ അവിടെ കണ്ടില്ലെന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു ദാക മീറാസു റസൂലില്ലാഹ്, ദാക മീറാസ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാ നിങ്ങൾ അറിഞ്ഞോളൂ, അത് തന്നെയാണ് പ്രവാചകന്റെ അനന്തര സ്വത്ത്. റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അതിന്റെ വിതരണം എന്ന് പറഞ്ഞാൽ അതിന്റെ പഠനമാണ്, അത് ചോദിച്ച് മനസ്സിലാക്കലാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ബഹ്റൈനിലെ ഗവർണറായി അലി ഇബ്നു ഹളറമിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പോയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സദഖയുടെ ഉത്തരവാദിത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിപ്പുകാരനായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലവും കഴിഞ്ഞ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടവും കഴിഞ്ഞ്, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുകയാണ്. ജീവിതത്തിന്റെ അവസാന സന്ദർഭമാണ്. അദ്ദേഹത്തെ പലരും സന്ദർശിച്ചു.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ജീവിതം ധന്യമായിരുന്നില്ലേ അബൂ ഹുറൈറ? ഇസ്ലാമിന് വേണ്ടി ധാരാളം ത്യാഗം സഹിച്ച, ഹദീസുകൾ എമ്പാടും റിപ്പോർട്ട് ചെയ്ത, ദീനിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പ്രവർത്തിച്ച അങ്ങ് എന്തോർത്താണ് കരയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതൊന്നുമല്ല ഓർക്കുന്നത്, ഞാൻ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അസ്സഫറു ത്വീൽ വസ്സാദു ഖലീൽ വൽ മൗതു ഖരീബ്. അസ്സഫറു ത്വീൽ, ഇന്ന് കണ്ണടച്ചാൽ തുടങ്ങുന്ന ആ യാത്രയില്ലേ, പരലോകയാത്ര, ദീർഘമായ യാത്രയാണത്. യഥാർത്ഥ ലോകമാണത്, യഥാർത്ഥ ജീവിതമാണത്. വസ്സാദു ഖലീൽ, അവിടെ വിജയിക്കാൻ ആവശ്യമായ യാത്രാ വിഭവങ്ങൾ എന്റെ കയ്യിൽ വളരെ കുറവാണ്. വൽ മൗതു ഖരീബ്, ഇനി കൂടുതൽ ഉണ്ടാക്കാൻ സമയമില്ല, എന്റെ മരണം അടുത്തിരിക്കുന്നു. ഇതോർത്താണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മദീനയിൽ വെച്ച് ഹിജ്റ 57 മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലെ അവസാന സന്ദർഭത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. അന്ന് അദ്ദേഹത്തിന് 78 വയസ്സായിരുന്നു പ്രായം എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ബഖീഉൽ ഗർഖദിൽ, മദീനയോട് മസ്ജിദുൻ നബവിയോട് ചേർന്നുള്ള ഖബറിടത്തിൽ അദ്ദേഹത്തിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരു സ്വഹാബി തന്റെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്തിട്ടും കുറഞ്ഞുപോയോ എന്ന് ചിന്തിച്ചുവെങ്കിൽ, ഒരൽപ്പം പോലും നന്മകളില്ലാത്ത നമ്മൾ ഇരുന്ന് ചിന്തിക്കണം. ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണം, ഇൽമുണ്ടാകണം, അമലുണ്ടാകണം, ദഅവത്തുണ്ടാകണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരണം റഹ്മാനെ. നിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ധാരാളം നന്മകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, തൗഹീദുള്ളവരായി അമലുസ്വാലിഹുള്ളവരായി നിന്നെ കണ്ടുമുട്ടാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. നന്നായി പഠിക്കാനും പഠിച്ചത് പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണം റഹ്മാനെ. രോഗികളുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.